ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ലഞ്ച് കോമ്പിനേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു മീൻകറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു തോരൻ, പിന്നെ ഒരു മീൻ വറുത്തത്, പിന്നെ ഓൾറെഡി കുറച്ച് മോരുകറി ഇരിപ്പുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ മീൻ എടുത്തിരിക്കുന്നത് ഷീലാവെന്ന് പറഞ്ഞ മീനാണ്. അതിങ്ങനെ 250 ഗ്രാം ഈ രീതിയിൽ കട്ട് ചെയ്താണ് കിട്ടിയത്. അപ്പം അതിൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗമില്ലേ, മീൻസ് ആ രണ്ടറ്റത്തുള്ള ആ ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഫ്രൈ ചെയ്യാം. കാരണം ഞാൻ ഒരു വലിയ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു കൊതി മാറാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ അത് മാറ്റി വെച്ചു. പിന്നെ കുഞ്ഞുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും കാര്യങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഇത്രയും കാര്യങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ മീൻകറി വെച്ച് വെക്കാം. കാരണം അത് കുറച്ച് സമയം ഉച്ചയാകുമ്പോഴത്തേനും അപ്പം നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കുഞ്ഞുള്ളി, ഇത്രയും സംഭവങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ തോരൻ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചീരയാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ മിക്കവാറും ഇപ്പോൾ ചീരത്തോരനാണ്. മിക്കവാറും എൻ്റെ ലഞ്ച് വ്ലോഗിൽ തോരൻ വരുമ്പോൾ ഇപ്പോൾ ചീരയാണ്. ചീര ഇഷ്ടമാണ് താനും. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, കുറച്ച് നാളായിട്ട് ഞങ്ങൾ ചീര ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചീരത്തോരനും ഇഷ്ടമാണ്. അല്ലെങ്കിൽ ബീൻസ് തോരൻ നല്ല കോമ്പിനേഷനാണ്. പിന്നെ കൂമ്പ് തോരൻ, ഇതൊക്കെ എനിക്കിങ്ങനൊരു മീൻകറി, ഇതിലേതെങ്കിലും ഒരു തോരൻ, പിന്നെ നമ്മുടെ മോരുകറി, മീൻ വറുത്തത്, അങ്ങനെ കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ എണ്ണ ചൂടായി, നമ്മൾ ഉലുവ ഇട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ കുഞ്ഞുള്ളിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുടംപുളി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. കുടംപുളിയല്ല, സോറി, നമ്മുടെ പൊടി ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഞാൻ മുളകിട്ട കറി വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും കുടംപുളി ചേർത്ത് കൊടുക്കുക. കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട കുടംപുളി ചേർത്താൽ അത്രയും നല്ലത്. പക്ഷെ ഞാനിപ്പം കുടംപുളി ചേർത്തിട്ട് അതിനകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ മറന്നു പോകും എപ്പോഴും കുടംപുളി വെള്ളത്തിലിടാൻ. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് തിളച്ചിട്ട് നേരത്തെ വെക്കണമെന്നേ ഉള്ളൂ. കൂട്ടാൻ ഇച്ചിരി നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചയാകുമ്പോഴത്തേനും നന്നായിട്ട് അത് പിടിച്ചിരിക്കും. പിന്നെ ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം വെള്ളം എപ്പോഴും ആ ഒരു ചട്ടിയുടെ കാൽഭാഗം, ഞാനിപ്പോൾ 250 ഗ്രാം മീനേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ ചട്ടിയുടെ കാൽഭാഗം വെള്ളം എടുക്കുന്നുള്ളൂ. കാരണം മീനിങ്ങനെ ജസ്റ്റ് മീനൊന്ന് പൊങ്ങിക്കിടന്നാൽ മതി. അങ്ങ് ഒത്തിരി വെള്ളം ഒഴിച്ച് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുളകിട്ട കറി വെക്കുമ്പോൾ ഒരു സുഖം കാണത്തില്ല. അപ്പം മീൻ ജസ്റ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പം ഇനി നമുക്ക് ഈ മീനിൻ്റെ ആ ചെറിയ ചെറിയ പീസസില്ലേ, അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയതായതുകൊണ്ട് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. വേറെ ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. വെറുതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ട് പുരട്ടി, ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പുരട്ടി അത് മാറ്റി വെക്കുക. അപ്പം മീൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് കുറച്ച് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പം ഞാൻ ചീരത്തോരന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ എനിക്ക് ബീൻസും കൂമ്പ്, പിണ്ടി, ഇതൊക്കെ ഇഷ്ടമാണ് എനിക്ക്. പിന്നെ നമ്മുടെ മീൻ വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ ഒന്ന് വറ്റിച്ചെടുത്താൽ മാത്രമേ ഒരു സുഖം കാണത്തുള്ളൂ. അപ്പം ഞാനത് കുറച്ച് വെച്ച് നന്നായിട്ട് വറ്റിച്ച് പാകത്തിന് വറ്റിച്ച് ഈ ഒരു നിറം വരും. ആ നിറം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കറിവേപ്പിലയും കൂടി ഇട്ടാൽ മതി. പിന്നെ ഞാൻ അരി ഓൾറെഡി വെച്ചു. ഇനി നമുക്ക് മീൻ വറക്കാറൊക്കെ ആയി. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചീര അങ്ങ് ഇച്ചിരി വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് തോരൻ പോലെ വെക്കാം, കടുക് വറുത്തിട്ട്. അപ്പോൾ അതിന് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് അങ്ങ് ഇളക്കിയെടുത്ത് വേവിച്ചെടുത്താൽ മതി. അത്
ചീര ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ, ചീര വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 മൊത്തത്തിൽ എല്ലാം കൂടി ഒരു 5-8 മിനിറ്റിൽ ചീര റെഡിയാവും. തോരൻ പെട്ടെന്ന് റെഡിയാവും, പക്ഷെ അത് ഒരുക്കിയെടുക്കുക എന്നുള്ളത് കുറേ സമയത്തെ പണിയാണ്. അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ്, അപ്പോൾ അത് അടച്ച് വെച്ചു. മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മീൻ വറക്കാൻ പോവാണ്. മീൻ വറക്കാൻ ഞാൻ വലിയ പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല, ഞാൻ ആ കുഞ്ഞു കരണ്ടിയെ എടുക്കുന്നുള്ളൂ. കാരണം ഇച്ചിരിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കുറച്ച് എണ്ണയിൽ അത് നന്നായിട്ട് മുങ്ങി ഇങ്ങനെ ഫ്രൈ ആയി കിട്ടും. അപ്പം വലിയ പാത്രമൊന്നും എടുക്കുന്നില്ല. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ നമ്മുടെ മീൻ ഞാൻ വറുത്തെടുക്കുകയാണ്. നമ്മുടെ കൂട്ടാനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തോരനും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ മീനെല്ലാം ഞാൻ വറുത്തു. അപ്പോൾ കുറച്ചേ ഉള്ളൂ, 2 പേർക്ക് കഴിക്കാനുള്ള അത്രേ ഉള്ളൂ. ഒരു നേരത്തേക്ക് 2 പേർക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മുടെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇതൊരു അടിപൊളി മീൻ കറിയാണ്, മുളകിട്ട കറി. പിന്നെ കുറച്ച് മോര് കാച്ചിയത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി, ആ ഒരു തണുപ്പ് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പം അത് ഞാൻ ചൂടാക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.